ജാമ്യ ഹർജി തള്ളിയിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കോടതി. ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ രാമൻപിള്ളയെ തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ നിയോഗിച്ചിരുന്നത്. പക്ഷേ അവർ ഉന്നയിച്ച വാദങ്ങളൊക്കെ കോടതി തള്ളിയിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ബോബി ചെമ്മണ്ണൂരിനെ അവിടെ കോടതിക്ക് തൊട്ടടുത്തുള്ള മുറിയിൽ വിശ്രമിക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. ആരോഗ്യസ്ഥിതി എന്താണ് എന്ന് നോക്കിയതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഇനി അവിടെ വിശ്രമിച്ചതിന് ശേഷം ആരോഗ്യസ്ഥിതിയിൽ മാറ്റമില്ല എങ്കിൽ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം തുടർ നടപടികൾ എന്താണ് എന്നത് വെച്ചാൽ തീരുമാനിക്കും. ജില്ലാ ജയിലിലേക്കാണോ സബ് ജയിലിലേക്കാണോ നീക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും ജാമ്യം ലഭിക്കുന്നതിനു വേണ്ടി കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ഉന്നയിച്ച വാദങ്ങൾ കോടതി തള്ളിയിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ കോടതി മുഖവിലക്കെടുത്തിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വിശ്രമിക്കാൻ അനുവദിച്ചിരിക്കുകയാണ് കോടതി ബോബി ചെമ്മണ്ണൂരിനെ. ഇതുവരെ നമുക്കറിയാം നിയമ നടപടികൾ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ നിയമ നടപടികളിലേക്ക് കടക്കുമ്പോഴൊക്കെ അതിനെ വളരെ ലാഘവത്തോടുകൂടി നേരിട്ട, പല കോണിൽ നിന്നും വിമർശനങ്ങൾ നേരിടുമ്പോൾ അതിനെ മുഖവിലക്കെടുക്കാതെ ആ അധിക്ഷേപ പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകൾക്കെതിരെ ആവർത്തിച്ചുന്നയിച്ച വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. അത് അദ്ദേഹത്തെ ഉലച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഇളവ് തേടുകയാണ് ബോബി ചെമ്മണ്ണൂർ. എന്തായാലും അദ്ദേഹത്തെ വിശ്രമിക്കാൻ അനുവദിച്ചിരിക്കുന്നു കോടതി. വി ആർ കാർത്തിക് കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. കാർത്തിക്, ഇത് തന്റെ പോരാട്ടത്തിന്റെ തുടക്കമാണ്. താൻ തുടർ പോരാട്ടങ്ങൾ തന്നെ നടത്തും. ബോബി ചെമ്മണ്ണൂരിന്റെ പണത്തിന്റെ ബലത്തിലാണ് മറ്റുള്ളവരും തനിക്കെതിരെ അധിക്ഷേപം ഉന്നയിക്കുന്നത് എന്ന് നടി സൂചിപ്പിച്ചിരുന്നു. യൂട്യൂബ് ചാനലുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. സമൂഹ മാധ്യമത്തിൽ തനിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ മറ്റു പലർക്കുമെതിരെ ഏതാണ്ട് 30ഓളം പേർക്കെതിരെ തെളിവുകൾ സഹിതം പരാതിയും നൽകിയിട്ടുണ്ട് നടി. ഇപ്പോൾ ആ അധിക്ഷേപ പരാമർശങ്ങൾക്ക് മുന്നിൽ നിന്ന ബോബി ചെമ്മണ്ണൂരിന് കോടതി ജാമ്യം നിഷേധിക്കുമ്പോൾ മറ്റുള്ളവർക്കും അതൊരു മെസ്സേജ് അല്ലേ? മറ്റുള്ളവരും അങ്കലാപ്പിലാകുന്ന സാഹചര്യമല്ലേ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായും സോഷ്യൽ മീഡിയ വഴി ഇത്തരം അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നവർക്കുള്ള ശക്തമായ താക്കീത് തന്നെയാണ് കോടതിയുടെ ഈ വിധി എന്നത് ഏറെ ശ്രദ്ധേയമാണ്. കാരണം ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പരാമർശത്തിന് പിന്നാലെ പല അക്കൗണ്ടുകളിൽ നിന്നും അശ്ലീല കമന്റുകൾ ഉണ്ടായിരുന്നു. 20ഓളം ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളും ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ വിവരം പുറത്തു വന്ന ശേഷം, ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിന് ശേഷം പല അക്കൗണ്ടുകളും ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി ലൈംഗിക അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നവർക്കെതിരെയുള്ള ശക്തമായ ഒരു താക്കീതും അവർക്കുള്ള ഒരു സന്ദേശവും ആണ് ഈ കോടതിയുടെ വിധി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചതും അതാണ്. നമുക്കറിയാം ഭാരതീയ ന്യായ സംഹിതയുടെ 75(4)(1) അതോടൊപ്പം തന്നെ IT വകുപ്പുകൾ പ്രകാരമുള്ള കേസുകൾ മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ എടുത്തിരുന്നത്. കൂടുതൽ വകുപ്പുകൾ ചേർക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്നും ഇന്ന് വാദത്തിനിടെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കരുത് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ഒരു പ്രധാനപ്പെട്ട വാദം. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ആ അന്വേഷണങ്ങളിൽ സ്വാഭാവികമായും ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയ, നേരത്തെ ഹണി റോസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അടക്കം ചൂണ്ടിക്കാട്ടിയ പലർക്കുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ആ നടപടികളിലേക്കൊക്കെ പോലീസിന് കടക്കണമെങ്കിൽ കൂടുതൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയ വഴി ഒന്നും നോക്കാതെ ഇത്തരത്തിൽ ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാവുന്ന, പ്രത്യേകിച്ച് നടിമാർക്കെതിരെയും അതോടൊപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെയും ഒക്കെയുള്ള ശക്തമായ താക്കീത് തന്നെയാണ് ഈ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ജാമ്യം നൽകുന്നതിനെതിരെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച അതിശക്തമായ വാദങ്ങളാണ് ഇത്തരത്തിൽ കോടതിയിൽ നിർണായകമായത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്ന ഒരു വാദമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. പ്രത്യേകിച്ച് ഒരു സമകാലിക പശ്ചാത്തലത്തിൽ നമുക്കറിയാം ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അടക്കം ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂർ ഒരു തവണയല്ല പലതവണ പല അഭിമുഖങ്ങളിലടക്കം അദ്ദേഹം പലർക്കെതിരെയും ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ അധിക്ഷേപ പരാമർശങ്ങൾക്ക് വലിയൊരു വിഭാഗത്തിന്റെ അത് ആസ്വദിക്കുന്ന വലിയൊരു വിഭാഗം അതിനനുകൂലമായി കമന്റ് ചെയ്യുന്നു. ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂർ അധിക്ഷേപിച്ചതിനേക്കാൾ കൂടുതൽ ഒരു പടി കൂടി കടന്ന് ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. ഏതായാലും അങ്ങനെ ഒരു കെട്ടഴിച്ച് വിട്ട രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ എന്തും ചെയ്യാം എന്ന് വിചാരിക്കുന്നവർക്കുള്ള ഒരു ശക്തമായ താക്കീത് കൂടിയാണ് ഈ വിധി
എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ശരി, ഒന്ന് തുടരുക.